ഞാൻ നിന്നോടൊരു ഹെൽപ്പ് ചോദിക്കാൻ വന്ന മോളെ, പക്ഷെ ആ പട്ടി എന്നെ ഓടിച്ച് ഇവിടെ കയറ്റി. അയ്യോ, എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റോ. പൊന്നു മോളെ, ചിരിച്ചോണ്ടിരിക്കാതെ എന്നെ ഒന്ന് പിടിച്ച് മാറ്റാ. ഓ സോറി ബ്രൂണോ, വാടയുടെ ഇവിടെ കിടക്കേ, ചേച്ചി പോട്ടെ. എന്റെ ദൈവമേ, അതെ അവൻ പോയി, ഇറങ്ങിക്കോ. ഞാനെങ്ങനെ ഇറങ്ങാനാ? എങ്ങനെ ഇതിന്റെ മുകളിൽ കേറിയേ? പാട്ടി വിളിച്ചപ്പോ കേറിയതാ. അതെങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചു. എന്നാ ഞാൻ പോയി റേഡി എടുത്തിട്ട് വരാം. ഇവിടെ ഇരിക്കേ, ഞാൻ കുടിക്കാൻ എന്തിനാ എടുത്തിട്ട് വരാം. അല്ല, ആ പട്ടി അവനെ ഞാൻ പൂട്ടി. താങ്ക്സ്. അല്ല, തേസേട്ടന് എന്ത് ഹെൽപ്പാ വേണ്ടത്? അത് പിന്നെ മോളെ, മരി എന്ത് 2 ദിവസമായിട്ട് കോളേജിലോട്ടൊന്നും വരാത്തെ? അറിയില്ല, അവളെ ഇന്ന് ഞങ്ങളൊന്ന് കാണാൻ പോകുന്നുണ്ട്. അതെ മോള്, അവളെ തിങ്കളാഴ്ച കോളേജിൽ എത്തിക്കണം. അവൾ എന്ത് പറഞ്ഞാലും മോനെ അവളെ എത്തിക്കണം. എന്താ കോളേജിന് എന്തെങ്കിലും പരിപാടി? ഇല്ല. പിന്നെ വേറൊന്നുമില്ല, അവളെ കണ്ട് ഒന്ന് സംസാരിക്കണം, അത്രേ ഉള്ളൂ. അതെന്താ സംസാരിക്കാനുള്ളേ? അത് അവളോട് മാത്രം കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമാ. കൺഫസ്? യു മീൻ ലവ് കൺഫസ്? യെസ്. So, you wanted to be with her, right? As long as you two loving, then Wait, ഞാൻ അങ്ങനെ പറഞ്ഞു? I asked this because my friend is in madly love with her. പറഞ്ഞ നന്നായി, അല്ലെങ്കിൽ അലച്ച് വിളിച്ച് നാട്ടു കേസായേനെ. അയ്യോ, സോറി ചേട്ടാ, ലവ് കൺഫസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തെറ്റിദ്ധരിച്ചു പോയതാ. അല്ല, തേസേട്ടൻ്റെ ഏത് ഫ്രണ്ടിന് വേണ്ടിയിട്ട് തേസേട്ടനോട് വന്നേ? നീ എന്ന് കാര്യമടക്കി തുടിച്ചില്ലേ, അവൻ തന്നെ. ഏത് ആ കുരുട്ടടക്കയോ? അയ്യോ, അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, ഭയങ്കര എടുക്കണ. നല്ല മിടുക്കാണ്, പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ല, അത്രയ്ക്കും മിടുക്കുണ്ട്. അങ്ങനെ കാരണമാണോ അവള് കോളേജിൽ വരാത്തതെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ. എന്നിട്ടാണ് ഇതെല്ലാം അറിഞ്ഞിട്ടാണോ നിങ്ങൾ അവനോട് സംസാരിക്കണേ? ദക്ഷ, നിനക്കൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് നീ എനക്ക് പറയണേ. എന്ത്? ഇനി നിന്നോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് അവൾ ക്ലാസ് വരാത്തത്. അതിന് അവൾക്ക് ഇഷ്ടമാണോ? അതാ ഞങ്ങൾക്ക് അറിയണ്ടേ. അതിന് അവൾ അവനെ ഒന്ന് സംസാരിക്കാൻ എടുക്കണം. നീ അവളെ മൺഡേ കോളേജിൽ വരുത്തണം. എനിക്ക് അവനെ ഇങ്ങനെ സങ്കടം പിടിച്ച് കാണാൻ ഇഷ്ടമില്ല. നിനക്ക് മാത്രമേ ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാ, പ്ലീസ്. ഇതെന്നോട് കോളേജ് വെച്ച് പറഞ്ഞാൽ പറയണോ? വെറുതെ ഇവിടെ വന്ന മരത്തിലും വലിഞ്ഞു കയറി പട്ടിയുടെ കടിയും മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എന്നെ പട്ടി കടിച്ചില്ലല്ലോ. അല്ല, നിനക്ക് ഈ പട്ടിയൊന്നും പേടിയില്ലേ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, സാധാരണ പട്ടണങ്ങൾക്കൊക്കെ പട്ടിയെ പേടിയാണല്ലോ. അതെ, ഞാനൊരു സാധാരണ വേണല്ല. അല്ല, സാധാരണ ആണെങ്കിൽ പട്ടിയെ പേടിയില്ലല്ലോ, ദേശത്തിന് പേടിയാണല്ലോ. ഞാൻ സാധാരണ ആണല്ലോ, നിന്നെ കൂട്ടിക്കോ? So, there is no one. He is all mine. അല്ല, ആ ചേട്ടനെ തേച്ചേട്ടനെ ഇപ്പൊ തൊട്ടറിയാം? കുഞ്ഞിനെ പോലറിയാം. എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോനാ. ഞാനവനെ അജിത്തിൻ്റെ കൂടെ നിർത്തിയാ പോന്നെ. അയ്യോ, ആ കാട്ടുപോത്തിന്റെ കൂടോ? പേടിക്കണ്ട, പുറത്തോട്ടൊന്ന് കറങ്ങാൻ കൊണ്ടുപോകാൻ പറഞ്ഞു വിട്ടേക്കുവാ. ഇപ്പൊ എവിടാണോ എന്തോ. ഹലോ, എന്താ പറ്റി? എവിടാ? ഞാൻ വരണു. എന്താ ചേട്ടാ? ഒന്നുമില്ല, ഒരു അർജന്റ്. ഹലോ, ഞാൻ ഇപ്പൊ തന്നെ വരാം. നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഏതെന്ന് പറ. ദക്ഷ, ബൈ. ബൈ.
എന്താ പറ്റിയത്? എന്താടാ ചിത്തെ പറ്റിയേ? വികാര നൗകയുമാലകളാടി. ഇനി പറ, എന്താ പുതിയ പ്രശ്നം? ചോദിക്കണ്ട, അവൻ പറയൂല. ചതിച്ചതാ എന്നെ. അന്ന് തല്ലി നിന്റെ പക വീട്ടിയതാവൻ. നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് തെളിച്ചു വാ. നീ പറഞ്ഞ പോലെ എന്നെ എന്റർടൈൻ ചെയ്യിക്കാൻ കൊണ്ടുപോയതായി ഭൂതം. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ നാട്ടിലിങ്ങനെ ഒന്നും ഇടാതിരിക്കുന്നത് എന്റർടൈൻമെന്റ്? What do you want to do? Shall we go for a movie? Which one? It's up to you. Wait a minute, I'm going to show you something. Hey Google, how to say let's go for a new movie in Tamil? ஒரு புதிய படத்திற்கு செல்வோம். ഒരു പുതിയ പടത്തിற்கு സെൽവം. പോതുണ്ടാ, I can understand your Malayalam, so don't try hard. എന്നിട്ട് നിങ്ങൾ പടത്തിന് പോയോ? അയ്യോ, പോയി. പുതിയ പടത്തിന് തന്നെ പോയി. ഏത് പടം? മാർക്കോ. ഓ, നമ്മുടെ മല്ലു സിംഗിന്റെ. നീ എന്ന് ഓർക്കുന്നുണ്ടോ? ഒരിക്കൽ ഞാൻ അതിന്റെ കാസറ്റ് കൊണ്ട് പാരീസ് വന്ന് അവിടെ ഇരുന്ന് നമ്മള് കണ്ടത്. അന്ന് നീ ഒരു പെണ്ണായിരുന്നു, നീ അങ്ങനെ കെട്ടിയെന്നൊക്കെ പറഞ്ഞ് കേട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ വേണ്ട. അതെന്താ? വർഗത്തിന്റെ രാജാവ് സാധാരണ. You're right. But when it comes to family, you're wrong. ചോര കൊണ്ട് ഞാൻ അവരെ കുടിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. കൊന്നാളെ നായ്ക്ക് മരിക്കും പറ്റും. മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താണ്? ഞാൻ അറിയിച്ചോളാം. കുടുംബത്തിനെതിരെ ആര് നിന്നാലും തീർത്തേക്കണം. I am traumatized. എന്നാലും എൻ്റെ ഉണ്ണി. അതിനോടൊരു പട്ടി ഒരു ദിവസമുണ്ട്. പട്ടി ഒരു ഇട്ടതല്ലടാ, ഒരു ശരാശരി ഉണ്ണി മുതൽ ഫാനിന്റെ രോദനം. ഇതേതോ കൂടിയല്ലോ, അതൊക്കെ മേലെ. ഡോക്ടർ, ഇത് കുറച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻറ്റിൻ്റെ റിപ്പോർട്ടാണ്. ഓക്കെ, താങ്ക് യു ആശ. പൊക്കോ. താങ്ക് യു. എന്താ അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഇപ്പം ഞാൻ അർജൻറ്റായിട്ട് ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാ. എന്താ അമ്മ വിളിച്ചേ? എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണോ? മോളെ, ഞാൻ നിന്നെ വിളിച്ചൊരു കാര്യം പറയാനാ വന്നേ. എന്താ? അമ്മയ്ക്ക് ഈടായിട്ട് എന്തോ മനസ്സിലായില്ലാത്ത വെപ്രാളം. അശോകന്റെ മുഖം തന്നെ 2-3 ദിവസമായിട്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കും. എനിക്കെന്തോ വല്ലാത്ത പേടി മോളെ. എൻ്റെ കുഞ്ഞൊന്ന് സൂക്ഷിക്കണേ. അവ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആലോചിക്കുന്ന കൂടി വയ്ക്കാം. അമ്മ വിഷമിക്കണ്ട, ഒരാപത്തും ഉണ്ടാവില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കും.